വണ്ടിപ്പെരിയാറിലെ ദൃശ്യങ്ങളാണ്. അവിടെ പോലീസ് ലാത്തി പ്രയോഗം തുടങ്ങിയിട്ടുണ്ട് പ്രവർത്തകർക്ക് നേരെ. നേരത്തെ നമ്മൾ കണ്ടു, ജലപീരങ്കി പലയാവർത്തി ഉപയോഗിച്ച് ജലപീരങ്കിയിലെ വെള്ളം തീരുന്നത് വരെ അടിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിരുന്നില്ല. അവിടെ ലാത്തി ചാർജ് തുടങ്ങി. ലാത്തി ചാർജ് എന്നുള്ള പൂർണ്ണാർത്ഥത്തിൽ ഉണ്ടോ എന്നറിയില്ല. എന്തായാലും പ്രവർത്തകരെ തുരത്തി ഓടിക്കാനുള്ള നീക്കങ്ങൾ പോലീസിന്റെ ലാത്തി ചാർജ് തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. അവിടെ ഇത് ഇപ്പോൾ പ്രഷർ കാണുന്ന KSUവിൻ്റെ തിരുവനന്തപുരത്തേക്കുള്ള മാർച്ചാണ്. DGP ഓഫീസ് മാർച്ചാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കറുത്ത ബലൂൺ അടക്കം ഉയർത്തിയായിരുന്നു KSUവിൻ്റെ മാർച്ച്. ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ചിൽ കണ്ടത് കണക്ക് നവകേരള സദസ്സിൻ്റെ ഫ്ലക്സുകൾ കീറിയെറിഞ്ഞുകൊണ്ടാണ് KSUവിൻ്റെ DGP ഓഫീസ് മാർച്ച്. അവിടെ ആലപ്പുഴയിൽ മർദ്ദിച്ചവരെ ഗൺമാൻ അടക്കമുള്ളവർക്ക് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് KSUവിൻ്റെ മാർച്ച്. ഒരു വിൻഡോയിൽ പ്രഷർ കാണുന്നത് വണ്ടിപ്പെരിയാറിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ചാണെങ്കിൽ മറ്റേ വിൻഡോയിൽ തിരുവനന്തപുരത്ത് DGP ഓഫീസിലേക്ക് KSUവിൻ്റെ മാർച്ചാണ്. നവകേരള യാത്രയിൽ പ്രതിഷേധിച്ചവർക്കെതിരെ മർദ്ദനം അഴിച്ചുവിട്ട പോലീസുകാർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് KSUവിൻ്റെ DGP ഓഫീസ് മാർച്ച്. സമരഭരിതമാക്കുന്നു യൂത്ത് കോൺഗ്രസ് KSU ഈ ദിവസവും. നമ്മൾ കണ്ടതാണ്. ഇന്നലെയും ഈ പ്രതിഷേധം നമ്മൾ കണ്ടു. വണ്ടിപ്പെരിയാറിൽ പോലീസ് ലാത്തിചാർജ് അടക്കമുണ്ട്. പ്രവർത്തകരെ തുരത്തി ഓടിക്കുകയാണ്. ജലപീരങ്കി പ്രയോഗം പലയാവർത്തി ഉണ്ടായിട്ടും പോലീസ് അടിക്കുകയാണ്. പ്രവർത്തകരെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നുണ്ട്. പോലീസ് ജലപീരങ്കി പ്രയോഗം പലയാവർത്തി ഉണ്ടായിട്ടും പിരിഞ്ഞു പോകാത്തതിനാലാണ് ലാത്തിചാർജിലേക്ക് പോലീസ് കടക്കുന്നതെന്നാണ് അറിയുന്നത്. പ്രവർത്തകർ പല ഭാഗത്തേക്ക് ഇപ്പോൾ ചിതറി ഓടുന്നുമുണ്ട്. രാഹുൽ വിജയൻ ചെയ്യുന്നു. രാഹുൽ, എപ്പോഴാണ് ഈ പോലീസ് ലാത്തി പ്രയോഗം തുടങ്ങിയത്? എന്തുകൊണ്ടാണ് തുടങ്ങിയത്? അശ്മി, ഡിവൈഎഫ്ഐ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയതിന് പിന്നാലെയാണ് ഈ പ്രതിഷേധം അല്ലെങ്കിൽ ഈ പോലീസിന്റെ ലാത്തി വീശ് തുടങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇതിലെ പ്രതിഷേധ മാർച്ചായിട്ട് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വണ്ടിപ്പെരിയാർ ടൗണിലേക്ക് നീങ്ങിയിരുന്നു. ഇതിന് പിന്നാലെ ഡിവൈഎഫ്ഐ CPM പ്രവർത്തകർ അവർക്ക് നേരെ കല്ലെറിയുകയും അതുപോലെ തന്നെ വെടിവെച്ചെറിയുകയും മാത്രമല്ല ഈ വീരകുൽപ്പി ഉൾപ്പെടെ വലിച്ചെറിഞ്ഞുകൊണ്ടുള്ളൊരു പ്രതിഷേധം ഇവിടെ ഉണ്ടായി. അതിന് പിന്നാലെയാണ് പോലീസ് ലാത്തി വീശുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയത് എന്നുള്ളതാണ് നമുക്ക് പ്രവർത്തകന് പരിക്കേറ്റത് ഡിവൈഎഫ്ഐയുടെ കല്ലേറിലോ മറ്റോ ആണോ, അതോ പോലീസ് ആക്ഷനിലാണോ? ഈ ഡിവൈഎഫ്ഐ ഇറങ്ങാനുള്ള സാഹചര്യം എന്തായിരുന്നു രാഹുൽ? ഡിവൈഎഫ്ഐയുടെ ഈ പാർട്ടി ഓഫീസിന് ഫ്രണ്ടിലൂടെയാണ് ഈ പ്രതിഷേധ സമരം തിരികെ ഈ വണ്ടിപ്പെരിയാർ ടൗണിലേക്ക് പോയത്. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഇത്തരമൊരു പ്രകോപനപരമായ ഒരു ഇടപെടൽ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് പിന്നാലെയാണ് പോലീസ് ലാത്തി വീശിയിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടേക്കും CPM പ്രവർത്തകരും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും